ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ നിന്നും ദൈവം നൽകിയിരിക്കുന്ന ലോഗോസ് വിത്ത് റേമ ദൈവാത്മാവിൽ നിങ്ങളോട് സംസാരിപ്പാൻ വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലായി മാറട്ടെ. നമുക്കിന്നത്തെ ചിന്തക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. നമുക്കറിയാം, നമ്മളൊത്തിരി പഴയ നിയമപുസ്തകത്തിൽ നിന്നും ഒത്തിരി അഭിഷിക്തന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനവാക്യമാണ്. ഇവിടെ നമുക്കറിയാം, എലീശയുടെ കൂടെ പ്രവാചക ശിഷ്യനായി നിന്നിരുന്ന പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മക്കളെ കടക്കാർ അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ എലീശ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, അല്ലെങ്കിൽ പറയുക. നിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ അവസ്ഥക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിൻ്റെ കുടുംബത്തിലുണ്ടോ? ഉടനെ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വളരെ സത്യസന്ധതയോടെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. നമ്മളിവിടെ മനസ്സിലാക്കണം, ഉള്ളത് ഇല്ലെന്ന് പറയുന്നതല്ല ദൈവത്തിൻ്റെ നീതി. ഉള്ളതുപോലെ പറയുക. ഇവിടെ എലീശ ചോദിച്ചു, എലീശയ്ക്ക് അറിയാം അവളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന്. കാരണം എലീശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ്. പക്ഷേ ആ സ്ത്രീ എലീശയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും ആ സ്ത്രീയിൽ കളങ്കമില്ലാത്തത് കൊണ്ടും അവൾ ഒരു തുറന്നു പറച്ചില്ല, എൻ്റെ കയ്യിൽ ഇന്നതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അവിടെ അതിന് മറുപടിയായിട്ട് എലീശ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ മക്കളും അയൽവക്കത്തെ വീടുകളിൽ നിന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങി ആ പാത്രങ്ങളുമായിട്ട് നീ മക്കളും ഒരുമിച്ച് അകത്ത് കയറി വാതിൽ അടക്കണം. പാത്രങ്ങളിലൊക്കെയും ദൈവം നിറഞ്ഞ ഒരു ഭാഗത്തേക്ക് നീ മാറ്റി വയ്ക്കണം. അപ്പോൾ ഒത്തിരി സ്പേസുള്ള ഒരു ഭവനത്തിനകത്തോട്ടാണ് ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയും മക്കളും കയറി, നമുക്കറിയാം, നിറഞ്ഞൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ, അടുത്ത പാത്രങ്ങളിൽ അത് പകരപ്പെടണമെങ്കിൽ അവിടെ ഒത്തിരി സ്പേസ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, നീ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം. അപ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവം ഒരു സമൃദ്ധിയുടെ ദൈവമാണ്. ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വിളിക്കുന്ന ദൈവം സർവശക്തനായ, നമ്മളെ ശ്രേഷ്ഠവും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നിങ്ങളെ ഇന്നും ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പാത്രങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നിറക്കുവാൻ മതിയായ ഒരു ദൈവം, നിറച്ചതിനെ അടുത്ത പാത്രങ്ങളിലോട്ട് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതുപോലെ സൂപ്പർ നാച്ചുറൽ വെളിപ്പെടുവാൻ, അല്ലെങ്കിൽ ആ സൂപ്പർ നാച്ചുറൽ അകത്തോട്ട് നിങ്ങൾ കയറുവാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.